പോണോ കയ്യിൽ തടവിക്കോ, വെറുതെ തടവിക്കോ. മറ്റേ കൈ കൊണ്ടോ കുട്ടാ. എന്താടാ കുട്ട കുട്ടോ? യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എത്തിയിട്ടുള്ളത് ഈ ഒരു ഫാം വില്ല സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ചാവക്കാട് പഞ്ചവടിയിലുള്ള മറൈൻ വേൾഡിൻ്റെ അടുത്താണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തു. 2 പേർക്ക് ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ വരുന്നത്. കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഒരു ഒട്ടകത്തിനെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ സ്വതവേ ഇവിടെ ഒട്ടകത്തിനൊക്കെ കണ്ടുവരാന്നുള്ളത് തന്നെ കുറവാണ് കേട്ടോ. അങ്ങനെ അധികം സ്ഥലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെങ്ങനെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ പോകുന്നവർക്ക് എല്ലാവർക്കും ഈ ആനിമൽസിനൊക്കെ ഫീഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒട്ടകം അങ്ങനെ നമ്മളെ തൊടാനൊന്നും സമ്മതിക്കില്ല കേട്ടോ. ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്തേക്ക് വരുന്നല്ലാണ്ട് നമ്മളെ തൊടാനൊന്നും സമ്മതിച്ചിരുന്നില്ല. അടുത്തതായി കണ്ടത് നമ്മുടെ കഴുതക്കുട്ടനായിരുന്നു. നല്ല ഇണക്കുള്ളൊരു കഴുതയായിരുന്നു കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ടൊരു കുതിരക്കുട്ടൻ ഉണ്ടായിരുന്നു. ആളിച്ചിരി പശയൊക്കെ ആയിരുന്നു. ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പിന്നീട് കണ്ടത് നമ്മൊരു കാളക്കുട്ടനായിരുന്നു. അവനെ നന്നായി കയറിട്ട് നല്ലോണം ബന്ധിച്ച രീതിയിലായിരുന്നു. കാരണം എന്തോ ആൾ പെശകാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആളിങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നത്. അതിന് തൊട്ടപ്പുറത്തന്നായിട്ട് നല്ല ഭംഗിയിൽ ഒരു കുഞ്ഞിക്കുളം ഉണ്ടായിരുന്നു. അതിൽ 2 അരയന്നങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു കാഴ്ചയായിരുന്നു അത്. നമ്മളിങ്ങനെ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയിലാണ് കേട്ടോ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതുപോലെ നമ്മൾ നടന്ന് നീങ്ങുന്ന ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. ഈ ഡ്രിങ്ക്സ്, ടീ, സ്നാക്സ് അങ്ങനെയൊക്കെ കിട്ടുന്നൊരു ചെറിയൊരു ഷോപ്പ്. ഇവിടെ വരുന്നവർക്കൊക്കെ അത് വളരെ യൂസ്ഫുൾ ആവും കേട്ടോ. അതുപോലെ തന്നെ ചെറിയൊരു ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ഫാം വില്ല എന്ന് ബോർഡ് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. ഈ ഒരു പെറ്റിനെ കണ്ടോ? ഇത് ആടാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലുള്ള അല്ല, ചൈനയിൽ നിന്ന് ഇറക്കിയ ഒരു ആടാണ്. വളരെ ഭംഗിയുള്ളൊരു ടൈപ്പ് ആടാണ് കേട്ടോ. നമ്മുടെ ഹെയറൊക്കെ പോലെ മുടിയൊക്കെ നല്ല നീളത്തിലായിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നവരെല്ലാവരും മിക്കവരും ഈ ഒരു ആടിൻ്റെ അടുത്തായിരുന്നു. അത്രയും ഭംഗിയായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിരുന്നു അതിനെ കാണാനായിട്ട്. പിന്നെ ഇയാളെ പറ്റിയിട്ട് ഇയാളായിരുന്നു ഇവിടുത്തെ വീരൻ. കാരണം ഭയങ്കര കുറുമ്പായിരുന്നു കേട്ടോ അവനക്ക്. ആൾക്കാരെ കാണുമ്പോൾ ഉള്ള പോസിനും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ എമു, ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആളിച്ചിരി പെശകാണെന്ന് തോന്നുന്നു. കാരണം നമ്മളടുത്തേക്ക് ചെല്ലുമ്പോൾ കൊത്താനൊക്കെ വരുന്ന പോലെ ആയിരുന്നു കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കണ്ട ആടാണ് കേട്ടോ. കുറുമ്പ് കാട്ടിലെ അവനാണ്. പക്ഷേ ആള് കാണുന്ന കുറുമ്പൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ വിളിക്കുമ്പോൾ അടുത്തേക്ക് വന്ന് നല്ല ഇണക്കമായിരുന്നു കേട്ടോ. ഇവിടെ 90% മേലെ പുറത്തുനിന്ന് ഇറക്കിയിട്ടുള്ള പെറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പെറ്റ്സിനൊക്കെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കണ്ടില്ലേ, ഇതൊക്കെ ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത പെറ്റ്സ് ആണ് കേട്ടോ. അതുപോലെ തന്നെ കാണാനും ഭയങ്കര ക്യൂട്ടായിരുന്നു. ഇവരെ മാത്രമല്ല കേട്ടോ, ഇവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ള ഇവരെ കൂടും അടിപൊളിയായിരുന്നേ. ഈ ഒരു സെക്ഷനിൽ വരുന്നത് മുയൽക്കുട്ടന്മാരാണ്. എല്ലാവരും ഭയങ്കര ഉറക്കത്തിലാണ്. കാരണം ഞങ്ങൾ പോയതൊരു ഉച്ച സമയത്താണ് കേട്ടോ. അതുകൊണ്ട് മിക്ക പെറ്റ്സുകളും നല്ല ഉറക്കമായിരുന്നേ. അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് പൂച്ചകളാണ് കേട്ടോ. പല രീതിയിലും പല നിറത്തിലും പല മോഡലിലുള്ള പൂച്ചകളായിരുന്നു. ഒക്കെ പുറത്ത് തന്നെ ആയിരുന്നു. അതുകൊണ്ട് കാണാനും യുണീക്കായിരുന്നു കേട്ടോ. ഈ ഐറ്റത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. പച്ചയുണ്ട്, നീലയുണ്ട്, പിങ്കുണ്ട്, ഓറഞ്ച് ഉണ്ട്. പിന്നെ ഒരു ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേർഡ്സ് ആയിരുന്നു. ബേർഡ്സിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പുറത്തതും നമ്മുടെ നാട്ടിൽ നോക്കായിട്ട് കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു ഐറ്റത്തിനെ കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ എന്താ പറയാന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷെ ഒരു കുരങ്ങൻ ടച്ചുള്ളൊരു പെറ്റാണ് കേട്ടോ. അതിൻ്റെ കൂടിൻ്റെ പുറത്തായിട്ട് തന്നെ തുടരുന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആളിച്ചിരി അപകടകാരിയാണോ എന്നുള്ളത് അറിയില്ല.
പിന്നീട് കണ്ടത് എനിക്ക് ഈ ഒരു സെക്ഷനാണ് ഏറ്റവും ഇഷ്ടമായത്. കാരണം നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. ഇതിനൊന്നും അവർ അഡീഷണലി പേയ്മെൻ്റ് ഒന്നും വേറെ സെറ്റിൽ ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ ടിക്കറ്റിൻ്റെ എമൗണ്ട് തന്നെയാണ് ഇതിനും വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിന് എനിക്ക് ഭയങ്കര പേടിയായിട്ടോ. കാരണം ഞാൻ പ്രതീക്ഷിക്കാണ്ടാണ് എൻ്റെ തലയിൽ കൊണ്ടുവന്നത് വെച്ചത്. പെട്ടെന്ന് ഞാൻ പേടിച്ചു, എന്താണെന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നീട് തലയിൽ എടുത്തപ്പോഴാണ് കേട്ടോ ഇതായിരുന്നു സംഭവം എന്നുള്ളത് ഞാൻ കണ്ടത്. പേരെനിക്കറിയില്ല, പക്ഷെ കണ്ടിട്ടൊരു എലിവർഗത്തിലൊക്കെ പെട്ട പോലെ തോന്നി. ഈ ഒരു ഐറ്റത്തിനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു സ്റ്റെപ്പ് പോലെയൊക്കെ ആയിരുന്നു അവരുടെ ആ ഒരു കൂട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാമ്പിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളിവിടുത്തെ കാലാവസ്ഥ സെറ്റ് അല്ലാത്തതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ഉണ്ടോ പാമ്പിനെ ഇറക്കുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പാമ്പിനെ തൊട്ടത്. പിന്നെ ഈ ഒരു ഐറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല്ലിവർഗത്തിൽ പെട്ടതാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. മുജിര ഡ്രസ്സ് നല്ല ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അത് പറ്റി പിടിച്ചിരുന്നിരുന്നു കേട്ടോ. എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ എടുക്കാനൊന്നും നിന്നില്ല. പകരം ജസ്റ്റ് ഒന്ന് പോയി തൊട്ട് നോക്കി. ഒരു ടൈപ്പ് മുള്ള് പോലെയാണ് കേട്ടോ അതിൻ്റെ മേല്. നമ്മൾ തൊടുമ്പോൾ ശരിക്കും നമ്മൾക്കൊരു ഒരം പോലത്തെ ഒരു ഫീലാണ്. അതെങ്ങനെ പറയാന്നുള്ളത് എനിക്ക് അറിയണില്ല. ഉള്ളിൽ നല്ല പേടിയുണ്ടെങ്കിലും ഞാൻ അവസാനം തൊട്ടു കേട്ടോ. ഈ ഒരു പെറ്റിനാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. കാരണം ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാനായിട്ട്. അതും മാത്രമല്ല ഒരു മുയൽ വർഗ്ഗവും അല്ല ഒരു എലിവർഗ്ഗവും അല്ലാത്ത രീതിയിലുള്ള നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എനിക്കതിന് എടുക്കാനും പേടിയൊന്നും തോന്നിയില്ല. കാരണം അത് പിടിച്ച പോലെ ഇരിക്കും. ഇങ്ങനെ കുതറി പോകാനൊന്നും നോക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സിമ്പിളായിട്ട് കയ്യിലെടുത്തു കേട്ടോ. ഈ ഒരു ഐറ്റത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റിലൊന്നും കണ്ടില്ല. കാരണം അത് ആ മണ്ണിൻ്റെയും മരത്തിൻ്റെയും കളറായിരുന്നു. പിന്നെ നന്നായി നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടെന്നുള്ളത് കാണുന്നത്. അടുത്തൊരു സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാവ്, കോഴി ഒക്കെ ആയിരുന്നു. അതും കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു. ഇതും ഒരു കുരങ്ങ് വർഗത്തിൽ പെട്ടത് തന്നെയായിരുന്നു കേട്ടോ. പേരെനിക്കറിയില്ല. അവരുടെ ഇരിപ്പും പാവ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവരുടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നടക്കുന്ന വഴിയൊക്കെ നിറച്ച് പ്ലാന്റ്സ് വെച്ചിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അതും മാത്രമല്ല കേട്ടോ, ഇവിടെ ഒട്ടകപക്ഷിയൊക്കെ ഉണ്ട്. കുട്ടികളായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം അതിന് കുറച്ച് അധികം സ്പേസ് ഇവർ കൊടുത്തിട്ടുണ്ട്. ഇതായിരുന്നു കേട്ടോ മുജിര ഫേവറേറ്റ് സ്പേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫീഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്ത് നിന്നു. കുറേ അധികം ബേഡ്സ് ഉണ്ടായിരുന്നു. കുറെ ആൾക്കാർ കയറിയിരുന്നു. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം, അല്ലെങ്കിൽ അത് പുറത്തേക്ക് പറന്നു പോണോണ്ട് തന്നെ ജസ്റ്റ് 2 ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് അടച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറിയത്. ഈ ഒരു ബേഡ്സിന് മുജിര ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു കേട്ടോ. കാരണം മുജിര ഹെയറൊക്കെ ഭയങ്കരമായിട്ട് കൊത്തി വലിക്കുന്നുണ്ടായിരുന്നു. തീരെ മുജിര അടുത്തൊന്നും പോന്നിരുന്നില്ല. ഞാൻ സ്വതവേ പെറ്റ്സിനോട് അടുപ്പുള്ള ഒരാളല്ല കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. ഫീഡ് ചെയ്യാനായാലും എടുക്കാനൊക്കെ ആയാലും എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫീഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അന്ന് വന്നതിനെ കൊച്ചെടുത്തിട്ട് പറഞ്ഞേച്ചു കേട്ടോ. പിന്നെ പതിയെ അവർ ഫീഡ് ചെയ്ത് തുടങ്ങിയോട് കൂടിയിട്ട് എൻ്റെ പേടിയും പതുക്കെ കുറഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള പ്രാവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഐറ്റത്തിന് നിങ്ങൾക്ക് പേരറിയോ എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ കളികൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഫുള്ള് മണ്ണിലായിരുന്നു മൂപ്പര്. മൂപ്പരാശാനൊരു കളിയായിരുന്നു കേട്ടോ. കുറേ പ്രാവശ്യം റൗണ്ട് അടിക്കും, എന്നിട്ട് പെട്ടെന്ന് ഒരു നിർത്താണ്. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.